ഹലോ, ഞാനും ബിനീഷേട്ടനോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്ലാറ്റ് ഫുള്ളൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുമായിരുന്നു പറഞ്ഞല്ലോ. അന്നേരം കിട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതായിരിക്കുന്നത്. ഇതുമായിട്ട് നമ്മൾ ഇന്ന് ഷോപ്പിൽ പോയി നോക്കാൻ പോവുകയാണ്. ഇവിടെ പഴയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പാത്രം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടു. ഇത് മുഴുവൻ പൊട്ടിയ പാത്രങ്ങളാണ് കേട്ടോ. പൊട്ടിയ പാത്രങ്ങളും അതുപോലെ ബോട്ടിൽസ്, പിന്നെ നമ്മളുടെ നോൺ സ്റ്റിക്ക് തവകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ബോട്ടിൽസ്, ഡപ്പാസ്, അതുപോലെ തന്നെ കാർഡ് ബോർഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. ഇത് മാത്രം ഇവിടെ ഇങ്ങനെ കൊണ്ട് കൊടുത്തതിൻ്റെ പാത്രം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. അയണിൻ്റെ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഇരുമ്പിൻ്റെ ഇത് സാധനങ്ങളും അല്ലറ ചില്ലറ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ നാലാളും കൂടി കടയിൽ കൊണ്ട് കൊടുക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പല പല ഐഡിയാസ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഇത് കൊടുത്തിട്ട് അത് വാങ്ങിക്കാം, ഇത് വാങ്ങിക്കാം എന്നൊക്കെ. പിന്നെ മനസ്സിൽ വേറെ ചിന്തയുണ്ട്, ദൈവം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്കറിയില്ല, പോകുന്ന പെട്രോൾ കാശെങ്കിലും മുതലാവുമോ എന്നുള്ള ഡൗട്ടും ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ നാലാളും കൂടി പോവുകയാണ്. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് തന്നെ പുഴയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടതാ പോവുകയാണ്. അത്യാവശ്യം ട്രാഫിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഷോപ്പിനെ പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബിനീഷേട്ടൻ പറഞ്ഞു നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബിനീഷേട്ടൻ പോയി ഞാനും മക്കളും കൂടി ഇതാ ഇങ്ങനെ പോസ്റ്റായിട്ട് കാറിൽ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബിനീഷേട്ടൻ കടയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് നേരെ കടയിലേക്ക് പോയി കേട്ടോ. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു അതിലും വലിയ ഒരിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത സാധനത്തിന് നമ്മൾ ഓടി പെട്രോളിൻ്റെ പൈസ പോലും കിട്ടിയിരുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കേട്ടോ. വലിയ കാര്യമായിട്ട് പൈസയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുറച്ച് പൈസ കിട്ടി. പിന്നെ അത് വെച്ചിട്ട് ഏതായാലും അവർ പറഞ്ഞു പുതിയ പാത്രം എടുക്കാനേ പറ്റുള്ളൂ, പൈസയായിട്ട് തരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കയ്യിൽ നിന്നും കുറച്ച് പൈസയും കൂടി ഇട്ടിട്ട് നമ്മളൊരു ബിരിയാണി പോട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ കുറേ നാളെ ഒരു പാത്രം തപ്പി കിടക്കുമായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പാത്രമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ ആ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല തകർപ്പൻ മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ നല്ല ഉഗ്രൻ മഴ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.